പ്രിയപ്പെട്ടവരെ, നമസ്തേ. മാൻഡ്രിക് ദി മജീഷ്യൻ എന്ന കോമിക് സ്ട്രിപ്പ് കാണാത്തവർ വളരെ അപൂർവമായിരിക്കും. ലിയോൺ മാൻഡ്രിക് എന്നൊരു മാന്ത്രികന്റെ ജീവിതത്തെ ആസ്പദമാക്കി രൂപം കൊടുത്ത ഒരു കോമിക് സ്ട്രിപ്പാണ് മാൻഡ്രിക് ദി മജീഷ്യൻ. തിന്മകൾക്കെതിരെ പോരാടുന്ന, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന മാൻഡ്രിക് ദി മജീഷ്യൻ എന്നും എനിക്ക് ഒരു വീരപുരുഷനായിരുന്നു. ഇത്തരം കോമിക്കുകൾ വായിച്ചിട്ടാണ് പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഞാൻ ചുവടെടുത്തു വെച്ചത്. ഇന്ന് മാൻഡ്രിക് ദി മജീഷ്യനെ പോലെയുള്ള മാന്ത്രികന്മാർ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം തിന്മകൾക്കെതിരെ പോരാടുന്ന, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന ഒരു മജീഷ്യൻ ഉണ്ടാവുക എന്നുള്ളത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിനെല്ലാം ഉപരിയായി നന്മകൾ വാരി വിതറുന്ന ഒരു മജീഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗോപിനാഥ് മുതുകാട്. മാന്ത്രിക കല എങ്ങനെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. തിരുവനന്തപുരത്തെ മാജിക് അക്കാദമി എന്നൊരു സ്ഥാപനമുണ്ട്. മാജിക്കിന്റെ വിവിധ വശങ്ങൾ എത്ര തന്മയത്വത്തോടെയാണ് അവിടെ അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? ആയിരക്കണക്കിന് പേരാണ് അവിടെ നിത്യവും വന്ന മാജിക് അക്കാദമി സന്ദർശകരായി എത്തുന്നത്. അതോടൊപ്പം അദ്ദേഹം രൂപം കൊടുത്ത മറ്റൊരു സ്ഥാപനമുണ്ട്. അതിന്റെ പേരാണ് ഡിഫറെന്റ് ആർട്സ് സെന്റർ, DAC. ഇതിന്റെ ചെയർമാനാണ് ഞാൻ. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ കഴിവുകൾ ചെത്തിമിനുക്കി അവർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗം ഒരുക്കി കൊടുക്കുന്നതാണ് DAC എന്ന സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നടന്നു വരികയാണ്. DACയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഭിന്നശേഷി സൗഹൃദമായ വീടുകൾ വെക്കുന്നു. അങ്ങനെ ആദ്യത്തെ വീട് ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി കാസർഗോഡ് വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വീട് കൈമാറുകയാണ്. പിന്നെ ഇതിനുപരിയായിട്ട് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വലിയ ദീർഘയാത്ര നടത്തുകയും ചെയ്തു. ഒരുപാട് പ്രയത്നങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ കലാകാരനാണ് പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്. പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. എങ്കിലും ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതികളുമുണ്ട്. അവർ കാര്യങ്ങൾ അറിയാതെ അദ്ദേഹത്തെ വിമർശിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. നന്മകൾ ചെയ്യുന്നവർക്ക് എന്നും ലഭിക്കുന്ന പ്രതിഫലം ഇതുതന്നെയാണ്. ചരിത്രം എടുത്തു നോക്കൂ, അല്ലെ? എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന് പറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബിയെ അവർ ആട്ടി ഓടിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കണം, ശത്രുക്കളെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ യേശുദേവനെ അവർ കുരിശിലേറ്റി. ഞാനൊരു അധീനക്കാരനല്ല, ഞാനൊരു ഗ്രീക്കുകാരനുമല്ല, ഞാനൊരു വിശ്വപൗരനാണ് എന്ന് പറഞ്ഞ സോക്രട്ടീസിന് അവർ വിഷം നൽകി, അല്ലെ? ഇതാണ് ലോക ചരിത്രം. പണ്ടുകൊടുത്തവന് വെട്ട്, സത്യം പറഞ്ഞവന് കല്ല്, സ്നേഹിക്കാൻ പറഞ്ഞവന് കുരിശ്. ഇത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് പിന്മാറുന്ന പ്രകൃതക്കാരനല്ല ഗോപിനാഥ്. അദ്ദേഹം തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തെ ഒന്ന് അടുത്തറിയാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ഇന്റർവ്യൂയിലൂടെ. 2 ഭാഗങ്ങളാണ് ഈ ഇന്റർവ്യൂവിലുള്ളത്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് സംപ്രേക്ഷണം ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രോജക്ട് ഓഫീസർ ഫർസാന ഫാത്തിമ ശ്രീ മുതുകാടുമായി നടത്തുന്ന ഈ ഇന്റർവ്യൂയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ഭാവികയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഹീസ് എ ലെജൻഡറി മജീഷ്യൻ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് അവർ മെന്റർ. സോ ഹീസ് none other than ശ്രീ ഗോപിനാഥ് മുതുകാട് സർ. സർ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഭാവിക. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ സാറിന്റെ ബാല്യകാലം മുതൽ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. സോ സാറിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചൊന്ന് പറഞ്ഞ് തുടങ്ങാം നമുക്ക്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അച്ഛനൊരു സാധാരണ കർഷകനായിരുന്നു. അച്ഛനിപ്പോൾ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മയുണ്ട്. അമ്മയ്ക്ക് 89 വയസ്സായി. ഞാൻ വീട്ടിൽ 5ാമത്തെ ഇളയ മകനാണ്. കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമം. ഇപ്പോഴും ആ ഗ്രാമം അതുപോലെ തന്നെ അതിൻ്റെ വിശുദ്ധിയോട് കൂടിയിട്ട് നിലനിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ്. ഞാൻ പഠിച്ചതുമൊക്കെ അവിടെ തന്നെയായിരുന്നു. കവളമുക്കട്ട ഗവൺമെൻറ് LP സ്കൂളായിരുന്നു പഠിച്ചത്. അതിനുശേഷം പറമ്പ UP സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം കരുളായി ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നെ മമ്പാട് MES കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പോയി. അതിനുശേഷം ഡിഗ്രിക്ക് മഞ്ചേരി NSS കോളേജിൽ പോയി. പിന്നെ ഒരു വർഷം ബാംഗ്ലൂരിൽ LLBക്ക് അച്ഛൻ കൊണ്ട് നിർബന്ധമായിട്ട് ചേർത്തു. കാരണം മാജിക്കിനോടുള്ള ജ്വരം പിടിപെടുന്നൊരു സമയമായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന്
പിൻവാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ അതിനുശേഷം അതെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് മാജിക്കിലേക്ക് മുഴുകി. ഇതാണ് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും ഏറ്റവും ചെറുതായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. അപ്പം മാജിക്കിലോട്ട് ഇൻട്രസ്റ്റ് വന്നു എന്ന് സാറിന് പറഞ്ഞു. അതെങ്ങനെ വന്നു? അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞ കഥകൾ കേട്ടാണ് മാജിക്കിനോട് എനിക്ക് താല്പര്യം. അന്ന് വാഴക്കുന്ന് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഉണ്ടായിരുന്നു, ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. മുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞിരുന്ന മാന്ത്രികൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അതിശയോക്തി നിറഞ്ഞ ഒരുപാട് കഥകൾ നമ്മുടെ കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഥകൾ കേൾക്കുമ്പോഴാണ് എനിക്കും അദ്ദേഹത്തെ പോലെ മാജിക്ക് കാണിക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടാകുന്നത്. അച്ഛൻ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്നെ മടിയിലിരുത്തി പറയുന്ന കഥകളെല്ലാം ഈ മാന്ത്രിക സ്പർശമുള്ള കഥകളായിരുന്നു. അപ്പോൾ ആ കഥകൾ കേട്ട് മാജിക്കിനോടുള്ള പ്രണയം തോന്നി, മാജിക്കിനോടുള്ള ഇഷ്ടം തോന്നി. പിന്നെ മാജിക്ക് പഠിക്കാൻ തുടങ്ങി. ആദ്യം ഞാനൊരു പാമ്പാട്ടിയുടെ അടുത്ത് പോയി മാജിക്കിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി. പക്ഷേ അവിടെയൊക്കെ ഫെയിലറായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പൈസ കൊണ്ട് പാമ്പാട്ടിക്ക് കൊടുക്കുകയും ആ പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ ആദ്യമായിട്ട് RK മലയത്ത് എന്ന് പറയുന്ന മജീഷ്യൻ്റെ കീഴിൽ മാജിക്ക് പഠിക്കാൻ തുടങ്ങി. പിന്നെ വാഴക്കുന്ന് നമ്പൂതിരിയെ കണ്ടു. അതിനുശേഷം PC സർക്കാരിനെ കണ്ടു, കേലാൽ എന്ന് പറയുന്ന മാന്ത്രികനെ കണ്ടു, ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന മാന്ത്രികനെ കണ്ടു. അങ്ങനെ മാജിക്കിൻ്റെ ലോകം കൂടുതലായിട്ട് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സാറാണെങ്കിൽ മാജിക് തന്നെയാണ് ഇനി എൻ്റെ ഫ്യൂച്ചർ എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം എന്തായിരുന്നു? ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും മാജിക്കിനോട് അടങ്ങാത്തൊരു പ്രണയമാണ്. അതുവരെ മാജിക്ക് ഒരു വിധം ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു, പഠനവും മാജിക്കും കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഒരിക്കലും മാജിക്കിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ഫീൽ എനിക്ക് വന്നു. പിന്നെ അച്ഛനും ആ സമയത്ത് മാജിക്കിലേക്ക് ഞാനിങ്ങനെ കടന്നു വരുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അച്ഛന് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ അച്ഛൻ പറയുമായിരുന്നു, നീ ഒരു തീരുമാനം എടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം അക്കാലത്ത് മാജിക്കിന് ഒരു സ്കോപ്പും ഇല്ലാത്തൊരു കാലമാണ്. വെറും തെരുവിലാണ് മജീഷ്യൻസ് ഉള്ളത്, പാമ്പാട്ടികളാണ്, തെരുക്കൂത്തുകാരാണ്. അതുകൊണ്ട് തന്നെ മാജിക്കിനൊരു സാധ്യതയില്ലാത്തൊരു കാലത്താണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത്. അപ്പോൾ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. പക്ഷേ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞിരുന്നു, കുട്ടി ഇതുകൊണ്ട് രക്ഷപ്പെടും. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഇതുകൊണ്ട് രക്ഷപ്പെടും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നീ തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരു കാരണവശാലും പിന്നെ പാതി വഴിയിൽ ഇട്ട് പോകരുത് എന്ന് പറയുമായിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് ഞാൻ വിരമിച്ചു. അതങ്ങനെ വേറൊരു കഥ. എന്തായാലും ആ ഒരു കാലത്ത് മാജിക്കിനോടുള്ളൊരു അടങ്ങാത്ത പ്രണയത്തിൻ്റെ പേരിലാണ് മാജിക്കിലേക്ക് വരുന്നത്. പക്ഷേ അന്ന് 2 ദൗത്യങ്ങളുണ്ടായിരുന്നു. തെരുവിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മാജിക്കിനെ ഒരു കല എന്നുള്ള രീതിയിലേക്ക് സ്റ്റേജിലേക്ക് പിടിച്ചുയർത്തുക എന്ന് പറയുന്നൊരു ധർമ്മം ഉണ്ടായിരുന്നു. മാജിക്കിന് വേറിട്ടൊരു വഴി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊരു കാലമായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ LLB പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ നാട്ടിലെ ഏറ്റവും മോശം ഒരു വ്യക്തിയായിട്ട് തന്നെ നാട്ടുകാർ ചിത്രീകരിക്കാൻ തുടങ്ങി. കാരണം അച്ഛനെ ധിക്കരിച്ചൊരു മകൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഷോസ് കിട്ടാൻ വേണ്ടി കോട്ടയത്തും എറണാകുളത്തും ഒക്കെ കറങ്ങി നടന്ന് ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും കാണാൻ വേണ്ടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഞാൻ പ്രൊഫഷണൽ മാജിക്കിലേക്ക് വരുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും മാജിക്കിനകത്ത് ലയിച്ചു ചേർന്നു. ഏകദേശം 45 വർഷം മാജിക്കിൻ്റെ ലോകത്ത് മാത്രമായി. പിന്നെ ഏറ്റവും നല്ല ഒരു പെർഫോമറായിട്ട് മാറി എന്ന് ഞാൻ തന്നെ പറയും. കാരണം നല്ലൊരു പെർഫോമറായിരുന്നു ഞാൻ. ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഇങ്ങനെ ട്രൂപ്പുമായിട്ട് യാത്ര ചെയ്യുന്നു. 30ഓളം ട്രൂപ്പ് അംഗങ്ങളുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു. ആ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു. സാറിന് 45 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം മാജിക്കിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് മാജിക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? മാജിക് ഒരു നല്ല കലയാണ്. പ്രത്യേകിച്ച് 2 തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കലയാണ് മാജിക്. അപ്പോൾ എല്ലാ ആർട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് എന്താണ് ഗുരു പറയുന്നത്? മനസ്സും കണ്ണും ഒരുമിച്ച് ചേർക്കണമെന്നാണ് പറയുക. പക്ഷേ മാജിക്കിൽ മാത്രമുള്ളൊരു പ്രത്യേകത, മനസ്സും കണ്ണും 2 സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. കാരണം എവിടെയാണോ സൂത്രപ്പണി നടക്കുന്നത് അവിടേക്ക് നോക്കരുത്, അവിടെ മനസ്സ് മാത്രം നിലനിൽക്കണം. ഇതാണ് മാജിക്കിൻ്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാജിക് നല്ലൊരു സുന്ദരമായിട്ടുള്ള കലയാണ്. എല്ലാം ശാസ്ത്രമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജി, ഈ കലകളെ ചേർത്ത് വച്ചിരിക്കുന്ന, സമന്വയിപ്പിച്ചുകൊണ്ട് ശാസ്ത്രവുമായിട്ട് ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടാണ് മാജിക് എന്ന് പറയുന്നത്. സോ മാജിക് അക്കാഡമി എന്നൊരാശയം സാറിനാണെങ്കിൽ വരുന്ന എപ്പോഴാണ്? മാജിക് അക്കാദമി 96-ലാണ് ആരംഭിക്കുന്നത്. അത് എൻ്റെ ഒരു ആശയമല്ല. അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ സാറുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം എന്നോട് പറയുന്നത്. ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്ന പേരിലൊരു സ്ഥാപനം തുടങ്ങണം. മാജിക് സയൻസ് ആണെന്നുള്ളത് ജനങ്ങളോട് വിളിച്ചു പറയണം. മാജിക്കിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതണം. മാജിക് കൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യണം. അവെയർനെസ് കൊടുക്കാൻ മാജിക്കിനെ ടൂളായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ആശയങ്ങൾ പറഞ്ഞാണ് ഞങ്ങളൊരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ മാജിക് അക്കാദമി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് 96-ൽ. പിന്നെ അതിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ നാഷണൽ കോൺഫറൻസുകൾ, കൺവെൻഷനുകൾ,
വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മജീഷ്യൻസിന് കൊണ്ടുവന്നിട്ടുള്ള ക്ലാസ്സുകൾ, മാജിക്കിലൂടെ സാക്ഷരതയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ, മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഡ്രഗ്സിനെതിരെയുള്ള പരിപാടികൾ, ഇങ്ങനെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാം കേരളത്തിലും ഭാരതത്തിലും ഉടനീളം നടത്താൻ സാധിച്ചു. പിന്നീട് ഭാരതയാത്രകൾ 4 വിസ്മയ ഭാരതയാത്ര, ഗാന്ധി മന്ത്രം, മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജാലവിദ്യാ പരിപാടി, വിസ്മയ സ്വരാജ് യാത്ര എന്ന് പറയുന്ന 1ാം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസരിച്ചുകൊണ്ടുള്ള ജാലവിദ്യാ പരിപാടി, പിന്നെ മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, ഇങ്ങനെയുള്ള പല പരിപാടികളും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് അക്കാദമിയുടെ ഭാഗമായിട്ട് സാധിച്ചു. ഒന്ന്, മാജിക് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്നും 100% സയൻസാണെന്നും ഇതിനകത്തുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അതേസമയം വിദേശ രാജ്യങ്ങളിലുള്ള മാജിക്കിൻ്റെ ഒരു വലിയ ഉയർച്ചയെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്ന് പറയുന്നതാണ് മാജിക് അക്കാദമിയുടെ നേട്ടം. ഇപ്പോൾ തെറ്റിദ്ധാരണകൾ സാറ് മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി സാർ എന്തൊക്കെ ഒരു സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സാർ ഓവർകം ചെയ്യേണ്ടി വന്നു? തീർച്ചയായിട്ടും മാജിക്കിനകത്ത് ഇപ്പോഴും അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരു പരിധിവരെ ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഒരു കടലാസ് എടുത്തതിന് ശേഷം അതിനെ കറൻസിയാക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ലഡു എടുക്കാം എന്നുള്ളതും ഒക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല മാജിക്. മാജിക് കൈയടക്കമാണ്. അപ്പോൾ കൈപ്പത്തിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന വസ്തുക്കളെ ഒളിപ്പിച്ചു വെച്ച് അതിനെ പ്രത്യേക രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ് മാജിക്കിൻ്റെ ഒരു സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മാജിക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ജനങ്ങളോട് അല്ലെങ്കിൽ പല രീതിയിൽ തുറന്നു പറയാൻ സാധിച്ചു എന്ന് പറയുന്നത് മാജിക് അക്കാദമിയുടെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ മറ്റൊന്ന്, ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു ലേഖനം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു ആർട്ടിലൂടെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ഇപ്പോൾ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്നൊരു യാത്ര ഞങ്ങൾ ഭാരതത്തിലുടനീളം നടത്തി. ആ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന യാത്രയിലും നമ്മൾ ചെയ്തത് സോഷ്യൽ ഇൻക്ലൂഷൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്, ഭിന്നശേഷിക്കാർക്ക് എല്ലാ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള അവകാശമുണ്ട്, അവരെ കൊണ്ടുവരേണ്ട ദൗത്യം നമ്മുടേതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തി. അതുപോലെ തന്നെ ഈ ഇന്ത്യ യാത്രയിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത്തരം അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ആർട്ട് നമ്മൾ കാണിക്കുകയാണ്. ആളുകൾ ആർട്ട് കാണുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആളുകളുടെ മനസ്സിലേക്ക് ഈ ഒരു സന്ദേശം കൊടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടി നടത്തി. അതിനകത്തും ജനാധിപത്യത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് യങ്സ്റ്റേഴ്സിനോട്, ഇപ്പോൾ പുതിയ തലമുറയൊന്നും വോട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അവരോടൊക്കെ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയും, നമ്മൾ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പക്ഷേ ഒരു റോങ് കാൻഡിഡേറ്റിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരിക, അവരായിരിക്കും പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് അവർ റൈറ്റ്, നമ്മളത് ചെയ്യണം എന്നുള്ള അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം നടത്താൻ വേണ്ടി മാജിക്കിനെ ഒരു ടൂളാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് മാജിക് അക്കാദമിയുടെയും ഈ ഒരു പ്രവർത്തനത്തിൻ്റെയും നേട്ടം. ഈ ഇലക്ഷൻ്റെ റിഗാർഡിങ് സാർ പറഞ്ഞ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതെന്തെങ്കിലും സർക്കംസ്റ്റൻസസ്, എന്തെങ്കിലും കാര്യം കണ്ടിട്ടാണോ സാറിന് തോന്നിയത് ഈ ഇലക്ഷനെ കുറിച്ച് പിള്ളേരെ, യങ്സ്റ്റേഴ്സിനെല്ലാം പഠിപ്പിക്കണം, അവർക്ക് കൂടുതൽ അറിവ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് സാറിന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ഞാനിതിൻ്റെ ഒരു സ്റ്റേറ്റ് ഐക്കണാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഐക്കൺ ആവണമെന്നുണ്ടെങ്കിൽ ഡിക്ലെയർഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തവർക്കാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇറ്റ്സ് അവർ ഡ്യൂട്ടി, നമ്മളവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിപാടി. ഇപ്പോൾ ഒരു പരിപാടി നമ്മൾ അവതരിപ്പിച്ചു, അതിൻ്റെ നാഷണൽ ഇലക്ഷൻ ഡേയുടെ അന്ന്, അവയർനെസ് ഡേയുടെ അന്ന്. അതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പലരും ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ പലപ്പോഴും തള്ളി പറയുന്നുണ്ട് അല്ലേ, രാജ്യം ആരോ ഭരിച്ചോട്ടെ, നമുക്കെന്താണ് പ്രശ്നം, നമുക്കെന്താണ് നേട്ടം, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ട്. പത്രം വായിക്കുന്നില്ല. അപ്പോൾ ആ തലമുറയോടൊക്കെ നമുക്ക് പറയാൻ കിട്ടുന്നൊരു അവസരം ഇത് പലപ്പോഴും അവരുടെ ഒരു അറിവില്ലായ്മയോ അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത അവർ ഉപയോഗിക്കാത്തതിൻ്റെ പേരിലും ആയിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഒരു മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അന്ന് വിമൻസ് കോളേജിലായിരുന്നു പരിപാടി, നിറഞ്ഞ സദസ്സായിരുന്നു. അപ്പോൾ അപ്പോഴാണ് അവരറിയുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ആണല്ലേ എന്നറിയുന്നത് അപ്പോഴാണ്. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ആർട്ട് മാജിക്കാണ്. ഈ മാജിക്കിലൂടെ എനിക്ക് നന്നായിട്ട് അത് കൺവേ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ബോധമുണ്ട്. ഇപ്പോൾ RBI വിളിച്ചിരിക്കുന്നു നമ്മൾ. കാരണം ഇപ്പോൾ സൈബർ ക്രൈമുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിളിച്ചിരിക്കുകയാണ്. അതും സംസ്ഥാനത്തുടനീളം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ ആർട്ടിൻ്റെ ഒരു മറ്റു സവിശേഷത, വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ പുതിയ ഇന്ദ്രജാലങ്ങൾ വാർത്തെടുക്കാൻ സാധിക്കും. അത് ഈ ആർട്ടിൻ്റെ സവിശേഷതയാണ്. കുറച്ച് ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നേരെ മറിച്ച് സമൂഹത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ക്രിയേറ്റിവിറ്റി ആണെന്നുള്ളൊരു പേരിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന യാത്രയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ഡാക് എന്താണെന്ന് അറിയാം.
ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്താണ്, അതിന്റെ ആശയം എന്താണെന്ന് ആൾക്കാർക്കൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൂടുതലും ഇൻക്ലൂസീവ് ഇന്ത്യയും സാറിന്റെ അതിനെക്കുറിച്ച് ഐഡിയയും സാർ ചെയ്ത നല്ല നല്ല പ്രവർത്തികളെ കുറിച്ചും നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ യുണീക്ക് മോഡലാണ്. ഇപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, സാധാരണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആശയപ്രകാരം ഡിസബിലിറ്റി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മളിവിടെ പറയുമ്പോൾ പലപ്പോഴും ഡിസബിലിറ്റി പറയാൻ പാടില്ല, പക്ഷേ അങ്ങനെയല്ല. എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റിയാണ്. എ പേഴ്സൺ വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയേണ്ടത്. നമ്മൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഡിസബിലിറ്റി തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിൽ 10 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് CRCകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, ഇതൊരു ചോദ്യമാണ്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നൊരു യുണീക്ക് മോഡലാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം തൊട്ടടുത്ത് തന്നെ ഒരു മാജിക് പ്ലാനറ്റ് ഉണ്ട്. ഈ മാജിക് പ്ലാനറ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 2014. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പാർക്കാണ്. അതിനകത്ത് മജീഷ്യൻസ് പെർഫോം ചെയ്യുന്നു, സ്ട്രീറ്റ് മജീഷ്യൻസ് പെർഫോം ചെയ്യുന്നു, ഒരുപാട് ഷോസ് ഉണ്ട്. ഈ ഷോസ് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നു. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്ററാണ്. ആർട്ടിലൂടെ അപ്ലിഫ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സെൻറ്ററാണ്. അതിനകത്ത് പാട്ട് പഠിപ്പിക്കുന്ന സ്റ്റേജും, ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന സ്റ്റേജും, മാജിക് പെർഫോം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന സ്റ്റേജും, ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്ന സ്റ്റേജും, ഇങ്ങനെ 7 തരത്തിലുള്ള ആർട്ടുകളെ കുട്ടികളെ പഠിപ്പിക്കാൻ ട്രെയിൻ ചെയ്യുകയാണ്. ഇവർ ഒരുപക്ഷെ ഒന്നും അല്ലാതെ വന്ന കുട്ടികളെ അവരുടെ ആ റിതം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ ഫുള്ളി അതിനകത്ത് ഇൻവോൾവ് ആണ്. മറ്റൊന്നും അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവർ കയ്യടിക്കും, അവരുടെ അപ്രിസിയേഷൻ അവർ ചേർത്ത് പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന കുട്ടികൾ, ഒറ്റയ്ക്കാക്കപ്പെടുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്നും ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ അഭിമാന താരങ്ങളാണെന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. ഇത് അവരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരും. ഇതാണ് DAC ഇസ് എ യുണീക്ക് മോഡൽ എന്ന് പറയാനുള്ള കാരണം. അതോടൊപ്പം തന്നെ അവർക്കുള്ള സാധാരണ രീതിയിലുള്ള തെറാപ്പി സംവിധാനങ്ങളും അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കുട്ടികളുടെ പേരൻസ് സ്വാഭാവികമായിട്ടും അവരാണല്ലോ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സെൻറ്ററുണ്ട്. കരിസ്മ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അവർ ടൈലറിങ് യൂണിറ്റും സാധനങ്ങളും ഉണ്ടാക്കുകയും നെറ്റിപ്പട്ട ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതെല്ലാം പുറത്ത് കൊടുക്കുന്നു. അതൊരു സെപ്പറേറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അതിലൂടെ കിട്ടുന്ന വരുമാനം അവർക്ക് തന്നെ എടുക്കാൻ സാധിക്കും. ഈ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ഒരു സാമ്പത്തിക നേട്ടം എന്നുള്ളതല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു തുക ചെന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാരൻസിനുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ആ പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടികളുടെയും പാരൻസിൻ്റെയും മുഴുവൻ ഭക്ഷണം ഇവിടുന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നു. 2019 ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ നിലവിൽ വന്നത്. അതിനുശേഷം അത് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ കുറെ മൈൻഡ്ലെസ് അലിഗേഷൻസും സാറിനെതിരെ. തീർച്ചയായിട്ടും അതൊക്കെ സാർ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാര്യം നടത്തുമ്പോൾ അതും വേറിട്ട വഴികളിലൂടെ നടത്തുന്ന സമയത്ത് നമ്മൾ എന്നും ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അനുഭവിച്ചേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ജിജി തോംസൺ സാറാണ് ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിലുള്ള അതിപ്രവീണരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡുള്ളത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ FCRA, അതായത് വിദേശത്തു നിന്ന് പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ITG 12A രജിസ്ട്രേഷൻ എല്ലാം ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൂലങ്കഷമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ FCRAയുടെയൊക്കെ റിന്യൂവലൊക്കെ നടക്കുകയുള്ളൂ. അതെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്നത്. ഇതിനകത്ത് ആരെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ചെയർമാനോ ഒരു രൂപ പോലും ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. എടുക്കാനുള്ള സംവിധാനമില്ല, എടുക്കില്ല. അത്രമാത്രം സിൻസിയറായിട്ട് നിൽക്കുന്നൊരു സമിതിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ എങ്കിലും പുറത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തും പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വരാൻ കാരണം, കാസർഗോഡ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഗ്ലോബൽ മോഡൽ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുകയും അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കാം ഇതിൻ്റെ പിന്നിലെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞ വർഷം ഈ ഒരു കാലത്തായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ കാറ്റിൽ അലിഞ്ഞു പോകുന്നത് പോലെ പോയി എന്നുള്ളതാണ്.